രണ്ടാമത്തെ സൈക്കോളജിക്കൽ കോസൽ ഫാക്ടറാണ് പേരൻ്റൽ സൈക്കോപാത്തോളജി ഓർ ഇൻഎഡ്യൂക്കേറ്റ് പേരൻറ്റിംഗ് സ്റ്റൈൽ. In general, it has been found that parents who have various forms of psychopathology, including schizophrenia, depression, antisocial personality disorder, and alcoholism, tend to have children who are at heightened risk for a wide range of developmental difficulty. നമ്മൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ സ്കീസോഫ്രീനിയ, ഡിപ്രഷൻ, ആൻറ്റിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെയുള്ള ഡിസോർഡേഴ്സൊക്കെയുള്ള പേരൻസിൻ്റെ മക്കൾക്ക് ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നതാണ് ജനറ്റിക് കോമ്പോണൻസ് ഈ ഒരു ഓരോ രോഗവും പേരൻസിൽ നിന്ന് നമുക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടാനുള്ള ഒരു കാരണം ജനറ്റിക് കോമ്പോണൻ്റാണ്. സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്, അല്ല എന്നും സ്റ്റഡീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. In addition, children of alcoholics have elevated rate of truancy and substance abuse. കുറച്ച് സ്റ്റഡീസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിക്സിൻ്റെ മക്കൾക്ക് അവർക്ക് ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ യൂസിൻ്റെ റേറ്റ് കൂടുകയും അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പോകുന്നത് അറ്റൻഡൻസ് ഒക്കെ കുറയും, അവർ പോകാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ കാണിക്കുകയും അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള സിംറ്റംസൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നു. അവർക്ക് ലോ ലെവലായിട്ടുള്ള സെൽഫ് എസ്റ്റീം ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. പക്ഷേ അത് ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് ആൽക്കഹോളിക്സ് ആയിട്ടുള്ള മക്കളുടെ പേരൻസിൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ അവർ ഇതിനെയൊക്കെ നല്ല ഹൈ സെൽഫ് എസ്റ്റീമോട് കൂടി മുമ്പോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് പേരൻറ്റിങ് സ്റ്റൈലാണ്. പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് പേരൻറ്റിങ് സ്റ്റൈലാണുള്ളത്. ഒന്ന് അതോറിറ്റേറിയൻ, പെർമിസീവ്, നെഗ്ലെക്റ്റ്ഫുൾ. ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത്. ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 4 ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ പിക്ചർ കാണുമ്പോൾ ഹൈലി ഡിമാൻഡിങ് ആൻഡ് ഹൈലി സപ്പോർട്ടീവ്. അത് ഏത് ടൈപ്പ് ഓഫ് പേരൻറ്റിങ് സ്റ്റൈലായിരിക്കും? എല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പേരൻറ്റിങ് സ്റ്റൈലിനെയാണ് നമ്മൾ പറയുന്നത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈൽ. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും, സപ്പോർട്ടീവ് ആവേണ്ടടുത്ത് സപ്പോർട്ടീവ് ആവും. ഇവരാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ഉള്ള ആൾക്കാർ. ഇനി രണ്ടാമത്തതാണ് ഹൈലി ഡിമാൻഡിങ്, നോട്ട് സപ്പോർട്ടീവ്. ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് അതോറിറ്റേറിയൻ അല്ലേ, അതോറിറ്റേറ്റീവ് ഫിഗർ കാണിക്കുന്ന ആൾക്കാർ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈലുള്ളവരാണ് ഹൈലി ഡിമാൻഡിങ് ആൻഡ് നോട്ട് സപ്പോർട്ടീവ്. പെർമിസീവ് പേരൻറ്റിങ് സ്റ്റൈലുള്ള ആൾക്കാർ എത്ര പറഞ്ഞാലും പറയും, അതുപോലെ തന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ പെർമിസീവ് പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നാലാമത് നെഗ്ലെക്റ്റ്ഫുൾ. കുട്ടിക്ക് ഉള്ളതുപോലെ ചെയ്യാം, ഒട്ടും കെയർ ചെയ്യില്ല, പേരൻസിൻ്റെ ഓരോ ജോലികൾ ചെയ്തു പോകും. അതാണ് ഓവറോളായിട്ട് ഈ 4 ടൈപ്പ് ഓഫ് അതോറിറ്റേറിയൻ, അതോറിറ്റേറ്റീവ്, പെർമിസീവ് ആൻഡ് നെഗ്ലെക്റ്റ്ഫുൾ. ഇത് ഏത് പേരൻറ്റിങ് സ്റ്റൈലാവും? അതോറിറ്റേറ്റീവ് ആണോ അതോറിറ്റേറിയൻ ആണോ അല്ലേ? ഒരു സപ്പോർട്ടീവ് ആയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈലാണ്. എന്താണെന്ന് നോക്കാം. The authoritative style is one in which the parents are both very warm and very careful to set clear limits and restrictions regarding certain kinds of behavior, but also allow considerable freedom within certain limits. ഫ്രീഡവും കൊടുക്കും, അതുപോലെ തന്നെ അവർക്ക് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നിടത്ത് റെസ്ട്രിക്ഷൻസ് കൊടുക്കും. Most positive early social development with the children tend to be energetic and friendly and showing development of general competencies for dealing with others and with their environment. ഇങ്ങനെയുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും എല്ലാവരോടുമായിട്ട് ഉണ്ടാവുക. അതാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈലും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏതാണ്? അതോറിറ്റേറിയൻ അല്ലേ? ഫാദർ പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് നമ്മളിവിടെ കാണുന്നത്, ഭയങ്കര അഗ്രസീവായുള്ളൊരു രീതിയിൽ. അപ്പോൾ അത് അതോറിറ്റേറിയനാണ്. അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പേരൻറ്റ്സ് വിത്ത് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ ആർ ഹൈ ഓൺ കൺട്രോൾ ബട്ട് ലോ ഓൺ വാംത്ത് ആൻഡ് ദർ ചിൽഡ്രൻ ടെൻഡ് ടു ബി കോൺഫ്ലിക്റ്റഡ്, ഇറിറ്റബിൾ ആൻഡ് മോഡി. അവർ ഭയങ്കര ഒരു സൗമ്യമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാകത്തില്ല, ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും കുട്ടികളെ, ഒട്ടും കെയറിങ് ഒരു ലവ് അഫക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, മൂടി ആയിരിക്കും അവർ.
When followed into adolescence, these children had more negative outcomes, with the boys doing particularly poorly in social and cognitive skills. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ അതോറിറ്റേറിയൻ ആയുള്ള പാരൻറ്റിങ് സ്റ്റൈലിന് കീഴിലാണ് മക്കൾ വരുന്നതെങ്കിൽ അവർക്ക് സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസൊക്കെ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി ഒന്നും അവർ അധികം ആക്റ്റീവ് ആയിരിക്കത്തില്ല. If such authoritarian parents also use overly severe discipline in the form of physical punishment as opposed to the withdrawal of approval and privilege, the result tend to be increased aggressive behavior on the part of child. എപ്പോഴും പാരൻസ് ഭയങ്കര കൺട്രോളിങ്, അതുപോലെ തന്നെ ഭയങ്കര പണിഷ്മെൻറ്റ് നൽകുന്ന പാരൻസ് ആണെങ്കിൽ കുട്ടികൾ അത് ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് പെർമിസീവ്. അമ്മയും അപ്പനും അവർക്കിഷ്ടമുള്ള പോലെ ചെയ്യുന്നു, മക്കൾ അവർക്ക് ഞങ്ങളുടെ റൂള് ഞങ്ങൾ തന്നെ ചെയ്യുന്നു. അതാണ് പെർമിസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. A third parenting style, the permissive adult style, in which parents are high on warmth but low on discipline. ഭയങ്കര ഫ്രീ ആയിരിക്കും, പക്ഷേ ഭയങ്കര കാര്യമായിരിക്കും, പക്ഷേ എന്താണ്, കൺട്രോൾ ഉണ്ടാവുകയില്ല. This style of parenting is associated with the impulsive and aggressive behavior in children. ഇങ്ങനെയൊക്കെ പാരൻറ്റിങ് സ്റ്റൈലിന് കീഴിലാണ് മക്കൾ വരുന്നതെങ്കിൽ അവർക്ക് അഗ്രസീവ് ആവാനും അതുപോലെ തന്നെ ഭയങ്കര ഇമ്പൾസീവ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ഭയങ്കര എല്ലാ കാര്യങ്ങളും സ്പോയിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, സെൽഫിഷ് ആയിരിക്കും, ഇൻകൺസിഡറേറ്റ് ആയിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മക്കൾ വരും. ഇത് ഏതാണ്? അൺഇൻവോൾവ്ഡ്. കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, അപ്പനപ്പന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളെ ഒന്നും നോക്കുന്നില്ല. ഫൈനലി പേരൻസ് ഹു ആർ ലോ ബോത്ത് ഓൺ വാംത്ത് ആൻഡ് കൺട്രോൾ എക്സിബിറ്റ് ദ നെഗ്ലെക്റ്റ്ഫുൾ. അല്ലേ, വാംത്തും അല്ല കൺട്രോളിങ്ങും അല്ല. അങ്ങനെയാണെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാവുന്നൊരു ഫീലിംഗ് ആയിരിക്കും മക്കൾക്ക് ഉണ്ടാവുക. ദേ ടെൻഡ് ടു ബി എൻഗേജ്ഡ് ആൻഡ് നോട്ട് സപ്പോർട്ടീവ് ഓഫ് ദെയർ ചിൽഡ്രൻ. മക്കളുടെ കാര്യത്തിൽ എൻഗേജ് ചെയ്യില്ല, അതുപോലെ ഒട്ടും സപ്പോർട്ടീവ് ആയിരിക്കില്ല പേരൻസ്. This style of parenting and involvement is associated with disruptions in attachment during early childhood and with moodiness. അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അറ്റാച്ച്മെൻറ്റ് കുറവായിരിക്കും, അതുപോലെ മൂഡ്നെസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അതുപോലെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, കണ്ടക്ട് പ്രോബ്ലംസ് ഉണ്ട്, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള ചൈൽഡ്ഹുഡിൽ അവരിതൊക്കെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യും. ഏത് പാരൻറ്റിങ് സ്റ്റൈലുള്ളവർക്ക് അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ് സ്റ്റൈലുള്ള പേരൻസിൻ്റെ കീഴിലാണ് മക്കൾ വരുന്നതെങ്കിൽ. These children of uninvolved parents also have problems with peer relations and academic performance. അവരുടെ പിയർ റിലേഷൻഷിപ്പ്, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിലായാലും അതുപോലെ തന്നെ അക്കാദമിക് പെർഫോമൻസിലായാലും അവർക്ക് എന്തായിരിക്കും, പൂവറായിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും അവർക്കുണ്ടാവുക. ഇതാണ് 4. ഒന്ന് അതോറിറ്റേറ്റീവ്, പെർമിസീവ്, രണ്ടാമത്തെ അൺഇൻവോൾവ്ഡ്. മറ്റൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് മരൈറ്റൽ ഡിസ്കോർഡ് ആൻഡ് ഡിവോഴ്സ്. പാരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഇഷ്യൂസ്. ഒന്നെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, ഇല്ലെങ്കിൽ അവസാനം അത് ഡിവോഴ്സിലേക്ക് എത്തുന്നതാവാം. ഇത് ഏത് തന്നെയായാലും ഇത് മക്കളിൽ ബിഹേവിയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. One spouse may express feeling of frustration and disillusionment is hostile ways such as nagging, criticizing and doing things purposely to annoy the another person. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്ക്, പാരൻസ് തമ്മിലുള്ള വഴക്കായാലും അതുപോലെ തന്നെ ഒരു പേരൻറ്റിൻ്റെ ഇഷ്യൂസ് ആയാലും എവിടെയാണെങ്കിലും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഇഷ്യൂസ് അത് മക്കളെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടുവരുന്ന മക്കൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായിരിക്കും എത്തിപ്പെടുക. One recent study found that children could be buffered against many of the damaging effects of marital conflict if one or both parents had the following characteristics: warmth, proneness to giving praise and approval, and ability to inhibit rejecting behavior toward their children. സ്റ്റഡീസൊക്കെ പറയുന്നത് ഇതുപോലെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പേരൻസ് അവർ കൂടുതൽ വാമത്തായിട്ടൊക്കെ എക്സിബിറ്റ് ചെയ്യുമെങ്കിലും മക്കളിൽ ഓരോരോ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിവോഴ്സ്. ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേരൻസ് ഒന്നുകിൽ വൺ പേരൻ്റ് ആയിരിക്കും ഉണ്ടാവുക, സിംഗിൾ പേരൻ്റ് ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണെങ്കിലും ഇവർ ശരിക്കും ഒരു കുട്ടി വളർന്നു വരാൻ വേണ്ടിയിട്ട് രണ്ട് പേരൻസിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് വേണം. ഈ രണ്ടുമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അത് നന്നായി തന്നെ അത് ബാധിക്കും. ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കെയറും മദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കെയറും അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫാദറിന് കൊടുക്കേണ്ടത് ഫാദർ കൊടുക്കുകയും അതുപോലെ തന്നെ മദർ കൊടുക്കേണ്ടത് മദർ കൊടുക്കുകയും വേണം. അപ്പം
ഡിവോഴ്സ് അങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് ഓരോരോ ഇഷ്യൂസിന് കാരണമാകും. ഇനി അടുത്തതായിട്ട് പറയുന്നത് മാൽ അഡാപ്റ്റീവ് പിയർ റിലേഷൻഷിപ്പ്. അതുപോലെ ഇപ്പം ഇനി പറയുന്നതാണ്, നമുക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോയി, ഇപ്പം തെറ്റായ രീതിയിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവാം. എന്താ തെറ്റായ രീതി എന്ന് പറയാം? ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു നെഗറ്റീവ് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണ് അവരുടെ കൂട്ടത്തിലുള്ളതെങ്കിൽ, ആൻറ്റി സോഷ്യലായിട്ടുള്ള കൂട്ടുകാരാണ് ഉള്ളതെങ്കിൽ അതും ആ ഒരു ബിഹേവിയർ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനും നമ്മുടെ മക്കൾ ശ്രമിക്കും. Another important set of relationship outside the family usually begins in the preschool years. Those involve age mates or peers. A children who fails to establish a satisfactory relationship with peers during the developmental years is deprived of crucial set of background experience and is at higher than average risk for a variety of negative outcomes in adolescence and adulthood. എങ്ങനെ തന്നെ ആയാലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് പിന്നീട് അവർക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിന്നീട് സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. ഡിപ്രഷൻ, അതുപോലെ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അങ്ങനത്തെ കുറച്ച് മാലഡാപ്റ്റീവായിട്ടുള്ള ഫങ്ഷനിങ് ഒക്കെ കാണിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവരുടെ കൂടുതൽ കാണുന്ന, അതായത് ഈ പിയർ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്ന മറ്റൊരു മറ്റൊരു ടേമാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെൻഡിങ് ഒഫെൻസീവ്, ഹരാസിങ്, ഇൻറ്റിമിഡേറ്റിംഗ് മെസ്സേജസ് ഓവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് നെഗറ്റീവായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡിങ് റൂമേഴ്സ്, അതുപോലെ തന്നെ സ്പ്രെഡിങ് സംവൺ വെരി പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവർക്ക് കൈമാറുക, ഇതൊക്കെ സൈബർ ബുള്ളിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകുന്നുണ്ട്. ആങ്സൈറ്റി, സ്കൂൾ ഫോബിയ, ലോ സെൽഫ് എസ്റ്റീം, സോഷ്യൽ അഡിക്ഷനൊക്കെ. അപ്പം പിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഫോം ചെയ്തെങ്കിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്. താങ്ക് യു.